വാക്ക് കുട്ടികൾ പഠിക്കുന്ന മുറിയിൽ എഴുതി വെക്കണം, സ്കൂളുകൾ ക്ലാസ്സുകളിൽ എഴുതി വെക്കണം, കോളേജുകളിൽ ക്ലാസ്സുകളിൽ എഴുതി വെക്കണം, എവിടെയൊക്കെ പഠനമുണ്ടോ അവിടെയൊക്കെ ഇത് എഴുതി വെക്കണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഇത്രയും മനോഹരമായൊരു വാക്ക് ഇനി നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ കാണാൻ പറ്റില്ല. ഗീതയിലെ 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകം. ഇനി ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്, എപ്പോഴും നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ എന്ന അർത്ഥത്തിലാണ്. കോൺസെൻട്രേഷൻ വായിക്കുമ്പോൾ കോൺസെൻട്രേഷനോടുകൂടി വായിക്കൂ എന്ന് കുട്ടികളോട് പറയും ടീച്ചർമാർ. ഏകാഗ്രത, അതാണ് ശ്രദ്ധ എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധ എന്നതിന് കേവലം കോൺസെൻട്രേഷൻ എന്നല്ല അർത്ഥം, ഏകാഗ്രത എന്നല്ല അർത്ഥം. ആദിശങ്കരാചാര്യസ്വാമികൾ തന്റെ വിവേക ചൂടാമണി എന്ന കൃതിയിൽ അദ്ദേഹത്തിന്റെ പ്രകരണ ഗ്രന്ഥത്തിൽ ശ്രദ്ധ എന്ന വാക്കിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവതാരണ സാ ശ്രദ്ധ കൃത്യതയെന്നാണ്. ശാസ്ത്രസ്യ, ശാസ്ത്രത്തിലും ഗുരുവാക്യസ്യ, ഗുരുവിന്റെ വാക്കുകളിലും ആരാണോ മനസ്സ് വെച്ചിട്ട് അവരവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന അനുഷ്ഠാനങ്ങളെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നത്, അതാണ് ശ്രദ്ധ. മനസ്സിലായില്ല? ഒന്നുകൂടി വിശദീകരിക്കാം. അതായത് ഇപ്പൊ ഒരു കുട്ടി സാധാരണ പഠിക്കുമ്പോൾ അമ്മമാരൊക്കെ മനസ്സിലാക്കണം കുട്ടികളുടെ പഠിത്തത്തെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഈ ശ്രദ്ധ എന്നുള്ള വാക്ക് ആദ്യം നമ്മൾ പഠിക്കുന്നതൊക്കെ ചില താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പഠിക്കാനുള്ള ഒരു താല്പര്യം, അതിന് കുട്ടിക്കാലത്ത് തന്നെ അമ്മമാര് മനസ്സിനെ ഒന്ന് മേക്കപ്പ് ചെയ്യും. പിന്നെ ചില അധ്യാപകന്മാര് പഠിപ്പിക്കുന്ന ഒരു താള ഓളക്രമങ്ങൾ, അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് പല സബ്ജക്റ്റുകളും കുട്ടികൾ ഇഷ്ടപ്പെടുക. ചില കുട്ടികൾക്ക് ജന്മാന്തരമായിട്ട് ചില വാസനകൾ ഉണ്ടാവും, പാട്ടുപാടാനും നൃത്തം വെക്കാനും കഥ പറയാനും അതുപോലെ പല വിഷയങ്ങളെക്കുറിച്ചും അവർക്ക് താല്പര്യം ഉണ്ടാവും, അറിയാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെ താല്പര്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ പലതും അറിയാൻ ശ്രമിക്കുന്നത്. ചിലത് നമുക്ക് താല്പര്യമില്ലാത്തതും ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് ഒരു ആത്മസംഘർഷം ഉണ്ടാകും. അപ്പൊ ഈ താല്പര്യമാണ് തുടക്കത്തിൽ നമ്മളെ പലതും അറിയാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മളൊക്കെ എന്ത് കേൾക്കുമ്പോഴും അറിയാനൊരു താല്പര്യം. എന്നിട്ടെന്തായി. ഇപ്പൊ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കണു, അതെന്താണ്? ഒട്ടും ക്രിക്കറ്റ് അറിയാത്ത കുട്ടി, അതെന്താ കളി? അപ്പൊ കുട്ടിക്കൊരു താല്പര്യം.